സംഘാടക സുഹൃത്തുക്കളെ, കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഇതുവരെ സാമാന്യം ദീർഘിച്ച കുറേ സെഷനുകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അഭിഭാഷകൻ ഒരു തൊഴിലെന്ന നിലയിൽ ഉള്ള സാധ്യതകൾ, നിങ്ങളുടെ ഭാവി ജീവിതം, പഠനാനന്തരം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ പറ്റും എന്നതിനെ കുറിച്ച് തീർച്ചയായും കുറച്ച് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടില്ലെങ്കിൽ തന്നെ ഇന്ന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കാൻ, റിസർച്ച് ചെയ്യാൻ, അതിനെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കാൻ നിരവധിയായ അവസരങ്ങളുണ്ട്. അത് പുതിയ അതിൻ്റെ വിധാനങ്ങൾ, സാധ്യതകൾ നമ്മുടെ മുന്നിൽ അതിനെക്കുറിച്ച് തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ തന്നെ മുന്നിലുണ്ട്. എന്നോട് അതിലുപരിയായി ഇതിൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടന അത് നേരിടുന്ന പ്രതിസന്ധി, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ് ന്യൂനപക്ഷങ്ങൾ, ഒരു അഭിഭാഷകൻ എന്ന തൊഴിലിൽ നിന്നുകൊണ്ട് തൊഴിലിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ അഭിഭാഷകൻ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പൗരൻ ഒരു അഭിഭാഷകനാവുക എന്ന് പറയുന്നത് ഏത് തൊഴിലും പോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് തൊഴിലും പോലെ തന്നെയാണ്. ഒരു അധിക യോഗ്യതയല്ല, അധിക പ്രിവിലേജ് അല്ല. ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് പൗരനാവുക എന്നുള്ളതാണ്. ഒരു അഭിഭാഷകനാവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുക, ഒരു എഞ്ചിനീയർ ആവുക എന്നതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കിനകത്ത് ഒരു പൗരനാണ് നിങ്ങളെന്ന് പറയുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ജോലി കൊണ്ടൊരു അഭിഭാഷകനാകാം, ഒരു പ്യൂണാകാം, ഒരു അധ്യാപകനാകാം, തൂപ്പുകാരനാകാം. പക്ഷെ ഇതിനൊക്കെ മുകളിലാണ് നമ്മുടെ പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ഐഡന്റിറ്റി കാർഡിൽ, ആധാർ കാർഡിൽ, നമ്മുടെ പാസ്പോർട്ടിൽ, നമ്മുടെ വോട്ടർ ID-യിൽ നിങ്ങളിവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിർബാധം സഞ്ചരിക്കാൻ കഴിയുന്നത്, സ്വതന്ത്രമായി ആശയപ്രകാശനം നടത്താൻ കഴിയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ മതവിശ്വാസം പ്രബോധനം ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് മുൻപിൽ ഒളിപ്പിച്ചു വയ്ക്കാതെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്, ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയുന്നത്, അതൊക്കെ പൗരൻ എന്നുള്ള ഒരു പരികൽപ്പന, ഒരു ടൈറ്റിൽ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. തീർച്ചയായും ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭാഷണം ഞാനും നിങ്ങളും തമ്മിൽ അനിവാര്യമായിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടുത്ത കാലത്ത് ഒരു സർവേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം ഏത് എന്ന് ഒരു ഏജൻസി നടത്തിയ സർവേയിൽ അത് മറ്റെല്ലാ ക്ലാസിക്കുകളെയും മറ്റെല്ലാ പോപ്പുലറായ പുസ്തകങ്ങളെയും അതുപോലെ പ്രചാരം നേടിയ മറ്റെല്ലാ പുസ്തകങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആളുകൾ വായിക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ഉത്തരമായി ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, അത് ഭരണഘടന വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ആരും പറയാതെ തന്നെ ആളുകൾ ഭരണഘടന വായിക്കപ്പെടും. നമുക്കറിയാം, ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് പൗരത്വ സമരകാലത്തൊക്കെ ഭരണഘടന നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ, തെരുവുകളിൽ, പണിശാലകളിലൊക്കെ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകം ആവർത്തിച്ച് വായിക്കപ്പെടുന്നു. എന്തിനേറെ ആ കാലത്ത് നടന്ന ചില വിവാഹങ്ങളിൽ പോലും വധുവിന് മഹറായി ഭരണഘടന കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അത്രമേൽ ആഘോഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അതൊരു അനിവാര്യതയുടെ ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്ന് പറയുന്നത് പോലെ ഒരു ആവശ്യത്തിന്റെ ഉൽപ്പന്നമായി ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത് പോലെ ആളുകൾ ആരും പറയാതെ തന്നെ ഭരണഘടനയിലേക്ക് എത്തിപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം.
ഇപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങാൻ പോകുന്ന സമയത്തുണ്ടായ ഒരു കഥയുണ്ട്. അതുവരെ ടൈറ്റാനിക്കിനകത്ത് മറ്റ് ഗാനങ്ങൾ, ആഘോഷവേളകൾ ആലപിച്ചിരുന്ന ആളുകൾ ആ കപ്പൽ മുങ്ങാൻ പോകുന്ന സമയത്ത് ആരും ആവശ്യപ്പെടാതെ പ്രാർത്ഥനാ ഗാനങ്ങളിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാർ ആരും ആവശ്യപ്പെടാതെ തന്നെ ഭരണഘടന വായിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു എന്നതാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് എതിരായ, ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതിന്റെ ആധാരശിലകളെ തന്നെ അപ്രസക്തമാക്കുന്ന, ഭരണഘടനയെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം, ഒരു പുതിയ ആശയം, ഒരു പുതിയ ഫാസിസ്റ്റ് ക്രമം ഈ രാജ്യത്തെ വരിഞ്ഞു മുറുകുന്ന ഒരു സന്ദർഭത്തിലാണ് ആരും പറയാതെ, ആരും ആവശ്യപ്പെടാതെ ആളുകൾ ഭരണഘടനയിലേക്ക് തിരിയുകയും കേരളത്തിലെ തെരുവുകളിൽ, ഇന്ത്യയിൽ ഉടനീളം, ഇവിടുത്തെ ക്യാമ്പസുകൾ തൊട്ട് ജാമിയ വരെയുള്ള ഇന്ത്യയിൽ ഉടനീളമുള്ള ക്യാമ്പസുകളിൽ ഒരു വലിയ ചിഹ്നമായി, പ്രതിരോധത്തിന്റെ ഒരു സൂചകമായി ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള ഭീഷണി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വവുമായി ബന്ധപ്പെട്ട് പുതുതായൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉദയം ചെയ്തതാണ് എന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അമിത്ഷായ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഉണ്ടായ ഒരു ഉൾവിളിയിൽ നിന്ന്, ഒരു ഇൻഡ്യൂഷനിൽ നിന്ന് ഉണ്ടായതല്ല ഇത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷനെതിരായ യുദ്ധപ്രഖ്യാപനം. മറിച്ച് ഈ ഭരണഘടന ഈ രാജ്യത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്ന, ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമാകുന്ന, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനയുടെ കരടിനെ കുറിച്ചൊക്കെ വളരെ സജീവമായി ആലോചിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ രാജ്യത്തിനകത്ത് ഭരണഘടനയ്ക്കെതിരായ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ മരിക്കാൻ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടായ അന്നു മുതൽ തന്നെ, ഇന്ത്യയിൽ ഭരണഘടനയെ കുറിച്ച് ആലോചിക്കുന്ന അന്നു മുതൽ തന്നെ ഇന്ത്യക്കകത്ത് ഭരണഘടനാ വിരുദ്ധമായ ശക്തികളും അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. ഇന്ത്യയിലെ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന, ഇന്ത്യൻ ഭരണഘടന ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാണ് നിങ്ങളുടെ ഭരണഘടന എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടൊന്നല്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും എഴുതി കൊണ്ടുവന്ന് അവതരിപ്പിക്കപ്പെടണം. മറിച്ച് ഇന്ത്യക്ക് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ച് എന്തായിരിക്കണം നമ്മുടെ ഭരണഘടന എന്നതിനെ കുറിച്ച് സുദീർഘങ്ങളായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് എന്തായിരിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്നതിനെ കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകൾ നടന്നപ്പോൾ വിവിധങ്ങളായ, വ്യതിരക്തങ്ങളായ, വ്യത്യസ്തങ്ങളായ നിരവധിയായ അഭിപ്രായങ്ങൾ അതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് ഈ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന സമയത്ത്, ഈ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത്, ഈ ഭരണഘടനയെ കുറിച്ചുള്ള ആലോചനകൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകൾക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ 7 അയലത്ത് പോലും എത്താനുള്ള പിന്തുണ ഉണ്ടായിരുന്നില്ല. അവർ ആ പ്രോസസ്സിന്റെ, പ്രക്രിയയുടെ, ആ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഈ സംഘപരിവാറിനെ സംബന്ധിച്ച്, അതിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ, ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം ഉരുവപ്പെടുന്ന ഘട്ടത്തിൽ, അത് വളരെ പ്രക്ഷോഭമായി രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ, ഈ രാജ്യത്ത് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന ഘട്ടത്തിൽ, ഈ രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭ പന്ഥാവിലേക്ക് എത്തുന്ന ഘട്ടത്തിലൊന്നും ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലോ ഒരിക്കൽ പോലും ഒരു പങ്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പതാകവാഹകരെയാണ് നമ്മൾ സംഘപരിവാർ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘ ചാലകൻ എന്ന് പറയുന്ന വ്യക്തി പ്രസംഗിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിനമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ തന്നെയാണ്. 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്ന ആ സുമുഹൂർത്തത്തെയാണ്, നമ്മൾ അതിനുവേണ്ടി പോരാടിയവരെയാണ്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ സംബന്ധിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു കൂട്ടരാണെങ്കിൽ കൂടി, അത്തരമൊരു അന്ന് ഈ പറയുന്ന RSSന് അല്ലെങ്കിൽ സംഘപരിവാറിന് രാഷ്ട്രീയമായി പ്രാതിനിധ്യമില്ലെങ്കിൽ കൂടി ആ ആശയത്തിന്റെ,
പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന, അതിനോട് അനുഭാവം പുറത്തുനിന്നിരുന്ന, അതിന്റെ ഓരം ചേർന്ന് നിർത്തിയിരുന്ന വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാവുന്ന അർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു ന്യൂനപക്ഷമായ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഭരണഘടനാ അസംബ്ലിക്കകത്തു നിന്ന് തന്നെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അന്ന് ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യയുടെ ഭരണഘടന എന്തായിരിക്കണം, ഇന്ത്യയുടെ ഭരണഘടനയുടെ സ്വഭാവം എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ സർദാർ KM മുൻഷി എന്ന് പറയുന്ന, നിങ്ങൾ നിശ്ചയമായും കേട്ടിരിക്കാനിടയുള്ള ഒരു ജൂറിസ്റ്റായ സർദാർ KM മുൻഷി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ബഹുമാന്യ വ്യക്തി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അന്ന് വിഭജനം കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇന്ത്യയിൽ പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു, അപ്പുറത്ത് അതൊരു മുസ്ലിം രാഷ്ട്രമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയോഗം ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അവശിഷ്ട ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവശിഷ്ട ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് KM മുൻഷി എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് മൊത്തത്തിൽ എഴുന്നേറ്റ് നിന്ന് അതിനെ അപലപിക്കാൻ നിമിഷം പോലും വേണ്ടി വന്നില്ല. അന്ന് നമ്മളെ നിർമ്മിച്ച, നമ്മുടെ രാഷ്ട്രത്തിന് അടിസ്ഥാനശില പാകിയ, ഇത് ഇന്ത്യ എന്ന ആശയത്തിന് രൂപം കൊടുത്ത ആളുകൾ ഒറ്റക്കെട്ടായി ഏക സ്വരത്തിൽ പറഞ്ഞത്, ഇന്നലകളിൽ നമ്മൾ സമരം ചെയ്തത്, ഇന്നലകളിൽ നമ്മൾ ദീർഘങ്ങളായ വർഷം ജീവിതത്തിന്റെ ഒരു സിംഹഭാഗവും ജയിലിൽ കിടന്നത് ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്തതെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആവേണ്ടതുണ്ട്. നാളുകളിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് ഈ രാജ്യം രൂപീകരിച്ചത്. ആ ഉറപ്പിനെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ. ഇപ്പോൾ നേരത്തെ സംസാരിച്ച സുഹൃത്ത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്താണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ വിഭജനാനന്തരം ഇവിടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായി ഈ സിവിൽ കോഡിൽ വേണമെന്ന അഭിപ്രായമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് പാടില്ല എന്ന നിലപാട് തറയിലേക്ക് നെഹ്റു എത്തുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം വിഭജനാനന്തരം ഇവിടുത്തെ പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യ സ്വന്തം രാജ്യമായി നിലനിൽക്കുമ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് അന്ന് ഡൽഹി ജുമാ മസ്ജിദിന് മുകളിൽ മുന്നിൽ കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ ക്ലാസിക്കലായ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു നാൾ ഈ വിഭജനത്തെ കുറിച്ച് നിങ്ങൾ സഹതപിക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ മുസ്ലിങ്ങളായി ഈ രാജ്യത്തോടൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ച ഒരു ജനതയ്ക്ക് കൊടുത്ത ഉറപ്പിന്റെ പേരിലാണ് ഏകീകൃത സിവിൽ കോഡ് പാടില്ല ഇന്ത്യക്കകത്ത്. അത് രാഷ്ട്രം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഒരു കോൺട്രാക്ട് ആണ്, ഒരു ട്രീറ്റിയാണ്. നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് ഇന്ത്യൻ പൗരനായിക്കൊണ്ട് ഒരു മുസ്ലിമിൻ്റെതായ വിശ്വാസപരമായി സ്വത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ മുസ്ലിം നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാഷ്ട്ര ശരീരത്തിനകത്ത് ഒരു മുസ്ലിമിന് അതിന് അവന്റെ വ്യതിരക്തത, അവന്റെ വിശ്വാസപരമായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ, ജീവിത ശൈലിയിൽ, സ്വത്തിന്റെ കാര്യത്തിൽ, വിവാഹത്തിന്റെ കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഈ രാജ്യം കൊടുത്ത ഉറപ്പിന്റെ പേരാണ് ഇത്തരം ഒരു ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് ഉണ്ടാകില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഏകീകൃത സിവിൽ കോഡ് തകർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ, ഭരണഘടനയെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങുമ്പോൾ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഈ രാജ്യത്തിനകത്ത് സംഘപരിവാർ, അതിന്റെ ആശയ പ്രചാരകർ തുടക്കമിട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അന്ന് സംഘപരിവാറിനെ സംബന്ധിച്ച് അത്തരമൊരു ആശയത്തെ പ്രയോഗവൽക്കരിക്കാൻ, അത് നടപ്പിലാക്കാനുള്ള പേശി ബലം ഉണ്ടായിരുന്നില്ല. പക്ഷെ RSSനെ സംബന്ധിച്ച് അതിന്റെ ഭരണഘടനാ പദവികളിൽ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി, പ്രധാനമന്ത്രിയായി, സ്പീക്കറായി, അങ്ങനെ ഏറ്റവും സുപ്രധാനമായ പദവികളിൽ RSSകാർ നിയുക്തരായ ആദ്യ സന്ദർഭത്തിൽ തന്നെ അവർ അതിന്റെ പണികൾ തുടങ്ങി കഴിഞ്ഞു എന്നതാണ്. എന്തുകൊണ്ടാണ് അവർ ഈ പൗരത്വം എന്ന് പറയുന്ന RSSനെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന പുതിയ പൗരത്വ ബില്ലിനകത്ത് അവർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ച വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, RSSനെ സംബന്ധിച്ച്, സംഘപരിവാരത്തിനെ സംബന്ധിച്ചുള്ള ഒരു നവ പൗരത്വ സങ്കല്പമുണ്ട്. അവർ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു പൗരത്വ സങ്കല്പമുണ്ട്. അവർ ഇതുവരെയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പൗരത്വം രൂപപ്പെട്ട ഒരു പരിണാമത്തിന്റെ ചരിത്രമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിലെ പൗരൻ ആര് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരനാണ്.
ഫ്രാൻസിലെ പൗരനാരെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് പൗരൻ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരനാണ്. അങ്ങനെ ലോകത്തെമ്പാടും നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ്, ഫ്രാൻസിലെ പൗരൻ ഫ്രഞ്ചുകാരൻ, ഇംഗ്ലണ്ടിലെ പൗരൻ ഇംഗ്ലീഷുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ പൗരത്വം ഉയർന്നു വന്നൊരു സന്ദർഭത്തിൽ അത് ഒരു ലോക ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി പൗരത്വം മാറുകയും അതുവരെയുള്ള ഇടത്തു നിന്ന് ഒരു വലിയ മാറ്റമായി. ആരാണ് പൗരൻ? അടിമയിൽ നിന്ന് പൗരനിലേക്കുള്ള മാറ്റമുണ്ട്. അതുവരെ അടിമയായിരുന്ന അവസ്ഥയിൽ നിന്ന് പ്രജയായിരുന്ന അവസ്ഥയിൽ നിന്ന് പൗരത്വത്തിലേക്കുള്ള വലിയൊരു പരിണാമമുണ്ട്. അങ്ങനെ ലോകത്തെമ്പാടും നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ദേശീയ പൗരത്വം എന്ന് പറയുന്ന പരികല്പന രൂപപ്പെട്ടിരുന്നെങ്കിൽ അതിനൊരു പിന്നോട്ട് നടത്തമുണ്ട്. ആ പിന്നോട്ട് നടത്തത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ലോകത്തെമ്പാടും ലോകത്തെ സംബന്ധിച്ച് ലോകത്തെ ഏത് ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ച് പൗരത്വം എന്ന് പറയുന്നത് ദേശീയ പൗരത്വമാണ്. ഇവിടെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻകാരാണ്, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിയാണ്. അങ്ങനെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും പുതിയ പൗരത്വം രൂപപ്പെട്ടത് ദേശീയ പൗരത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ ദേശീയ പൗരത്വത്തിന്റെ സ്ഥാനത്ത് വംശീയ പൗരത്വം, റേഷ്യൽ സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി സിറ്റിസൺഷിപ്പിന് പകരം റേഷ്യൽ സിറ്റിസൺഷിപ്പ്, വംശീയ പൗരത്വം എന്ന് പറയുന്ന പരികല്പന ലോകത്താദ്യമായി അവതരിപ്പിച്ച ഒരു രാഷ്ട്രത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്ന് മാത്രമാണ്, ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ ഇന്നത്തെ കോഴിക്കോട് കോർപ്പറേഷന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം രൂപീകൃതമാകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ എന്ന രാജ്യത്തിന് രൂപം കൊടുത്ത സയനിസത്തിന്റെ പൂർവ്വ പിതാക്കന്മാരെ സംബന്ധിച്ച് ആരായിരിക്കണം ഇസ്രായേലിന്റെ പൗരൻ എന്നുള്ള ചോദ്യത്തിന് ഇസ്രായേൽ കണ്ടെത്തിയ, ഇസ്രായേൽ പ്രചരിപ്പിച്ച, ഇസ്രായേൽ എത്തിച്ചേർന്ന ഉത്തരത്തിന്റെ പേര് ലോകത്തെല്ലാ യഹൂദരും ഇസ്രായേലിന്റെ പൗരന്മാരായിരിക്കണം എന്നാണ്. നമ്മളത് ചിന്തിച്ചു നോക്കണം, അതിലെ വൈരുദ്ധ്യം. അത് ലോകത്ത് ആരായിരിക്കണം ഇംഗ്ലണ്ടിലെ പൗരൻ എന്നതിന്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന, ഇംഗ്ലണ്ടിൽ ജനിച്ച, ഇംഗ്ലണ്ടിൽ ജീവിച്ച, പിന്നീട് ആ രാജ്യത്തിലേക്ക് വന്ന ആൾ. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ ജനിച്ച, അമേരിക്കയിൽ ജീവിച്ച, അമേരിക്കയിലേക്ക് വന്ന രണ്ട് തരത്തിലുള്ള പൗരത്വമാണ്. ഒരു ജന്മനായുള്ള പൗരത്വവും ആർജിത പൗരത്വവും ഉണ്ട്. ഒരു രാജ്യത്തിൽ ജനിച്ച് ജീവിച്ച ആളും പിന്നീട് ആ രാജ്യത്തിന്റെ ഭാഗമായ ആളും എന്നുള്ളതൊക്കെ ഒരു ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്ത് നിവസിക്കുന്ന ആളുകളാണ് പൗരന്മാരെങ്കിൽ ഇസ്രായേലാണ് ലോകത്താദ്യമായി ലോകത്തെങ്ങുമുള്ള യഹൂദർ സ്വാഭാവികമായി ഇസ്രായേലിലെ പൗരന്മാരായിരിക്കണമെന്ന് പറഞ്ഞതെങ്കിൽ നാഷണാലിറ്റി സിറ്റിസൺഷിപ്പിന്റെ സ്ഥാനത്ത് റേഷ്യൽ സിറ്റിസൺഷിപ്പ്, ദേശീയ പൗരത്വത്തിന്റെ സ്ഥാനത്ത് വംശീയ പൗരത്വം എന്ന് പറയുന്ന പരികല്പന ലോകത്താദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇസ്രായേലിലാണെങ്കിൽ ഇന്ത്യൻ സയനിസ്റ്റുകളായ സംഘപരിവാർ അവരുടെ പുതിയ പൗരത്വ പരികല്പനയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അതുതന്നെയാണ്. സംഘപരിവാർ ആ പൗരത്വ ബില്ലിനകത്ത് എന്താണ് പറഞ്ഞത്? സ്വാഭാവികമായി അവർ ആദ്യം ലോകം എന്നുള്ളതിനെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഹിന്ദുക്കൾ അങ്ങനെ ഒരു വംശീയ പൗരത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ബംഗ്ലാദേശിലെ, പാകിസ്ഥാനിലെ, അല്ലെങ്കിൽ നേപ്പാളിലെ, ശ്രീലങ്ക, അത് ഹിന്ദുക്കൾ എന്നതിനെ വളരെ കൃത്യമായി മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും എന്നാണ് അതിനെ പറയുന്നത്. വളരെ കൃത്യമായി ഈ പൗരത്വത്തെ കുറിച്ചുള്ള പരികല്പന, ഈ പൗരത്വത്തെ കുറിച്ചുള്ള ആലോചന ആദ്യമായി വികസിപ്പിക്കുന്നത് RSSന്റെ ഏറ്റവും വലിയ, RSSകാരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന, RSSകാരുടെ വേദപുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്ന വിചാരധാര, അവരുടെ ഏറ്റവും വലിയ വിചാരധാര എന്ന് പറയുമ്പോഴും അതൊരു വികാരധാരയാണ്. വെറുപ്പിന്റെ വികാരം ഉൽപ്പാദിപ്പിക്കുന്ന, തലമുറകളിലേക്ക് വെറുപ്പ് വളർത്തിയ ആ പുസ്തകത്തിനകത്ത് RSSകാരുടെ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായ ഗോൾവാൾക്കർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചത് എങ്ങനെയാണ്? ഒരു രാജ്യത്തിനകത്ത് രണ്ട് തരം ആളുകളുണ്ട്, ഒന്ന് പൗരന്മാരും ഒന്ന് അവിടുത്തെ അന്തേവാസികളും. ആരാണ് പൗരത്വത്തിന് അർഹർ എന്നുള്ള ചോദ്യത്തിന് ഗോൾവാൾക്കർ പറഞ്ഞു വെച്ച, ഗോൾവാൾക്കർ എഴുതി വെച്ച, ഗോൾവാൾക്കർ പ്രചരിപ്പിച്ച മറുപടി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് താമസിക്കുകയും ആ രാജ്യത്തിനകത്ത് പുണ്യസ്ഥലവുമുള്ള ജനവിഭാഗം ഏതാണോ അവരാണ് ആ രാജ്യത്തിന്റെ പൗരത്വത്തിന് അർഹർ. അവിടെയാണ് മുസ്ലിങ്ങളെ സവിശേഷമായി സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത്. അത് അങ്ങനെയാണ് മറ്റു മതവിഭാഗങ്ങൾക്ക് ഇളവ് കിട്ടുന്നത്. ജൈനന്മാരെ സംബന്ധിച്ച്, ബുദ്ധമതക്കാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പുണ്യഗേഹങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ രാജ്യത്തിനകത്തേക്ക് പരിമിതപ്പെടുത്താൻ കഴിയും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെങ്കിൽ പോലും
ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ക്രിസ്ത്യൻ സഭകളുണ്ട്. അത് ഈ പറയുന്ന രാജ്യത്തിനകത്തുള്ള സഭകളുണ്ട്. ആണെങ്കിൽ പോലും മുസ്ലിങ്ങൾ മക്കയിൽ പോയി ഹജ്ജ് അനുഷ്ഠിക്കുന്നത് പോലെ മതപരമായ ഒരു അനിവാര്യതയായ കർമ്മമായി റോമിലേക്ക് പോവുക എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്കില്ല. പക്ഷേ മക്കയിലെ വിശുദ്ധ ഗേഹത്തിന് അഭിമുഖമായി 5 നേരവും നിസ്കരിക്കുന്ന മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ആ പ്രാക്ടീസ് തന്നെ സംഘപരിവാർ പറയുന്ന സങ്കുചിതത്വ ദേശീയതയ്ക്ക് എതിരാണ്, അപരമാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ വിഭാവന ചെയ്യുന്ന ഒരു പൗരത്വ പദ്ധതിയിൽ നിന്ന് ജന്മനാൽ തന്നെ മുസ്ലിങ്ങൾ പുറത്തായി പോകുന്നത് എന്നുള്ള രാഷ്ട്രീയ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സംഘപരിവാരത്തിന്റെ ശത്രുവാകാൻ ഒരു മുസ്ലിമാണ് എന്ന ഒറ്റ കാരണം തന്നെ മതിയായ കാരണമാണ്. കാരണം സംഘപരിവാർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പുണ്യസ്ഥലം ഈ രാജ്യത്തിനകത്ത് കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളുടെ മക്ക വിശുദ്ധ ഗേഹം ഈ രാജ്യത്തിനകത്ത് കണ്ടെത്തണം. നിങ്ങൾ നിങ്ങളുടെ ഉംറ ഈ രാജ്യത്തിനകത്ത് നിർവഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് കർമ്മം ഈ രാജ്യത്തിന്റെ ഞങ്ങൾ പറയുന്ന അതിർത്തിക്കകത്ത് നിർമ്മിക്കണം എന്ന് പറയുന്ന ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന പരികല്പനക്കകത്ത് ഒരു മുസ്ലിം ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ UPയിലടക്കം ഇപ്പോൾ മദ്രസയിലേക്ക് ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ആണ്, ഭരണകൂടമാണ്. യോഗ അഭ്യാസം മദ്രസയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ്. അങ്ങനെ സംഘപരിവാർ പറയുന്ന അച്ചിനകത്ത് വഴങ്ങാത്ത ഒന്നിനെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ വേറൊരർത്ഥത്തിൽ മാറ്റി തീർക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന 2 അജണ്ടയാണ്. വാജ്പേയി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മനുഷ്യൻ 2 മാർഗങ്ങളാണ്. ഒന്നുകിൽ അതിനെ ആലിംഗനം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സംഘപരിവാർ പറയുന്ന തരത്തിൽ ഒരു മുസ്ലിം സ്വത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് അസാധ്യമാണെന്ന് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കയിലെ വിശുദ്ധ ഗേഹത്തിന് അഭിമുഖമായി 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് അപരമായതുകൊണ്ട് അതിന് സവിശേഷമായി ലക്ഷ്യം വെക്കാനുള്ള പരിശ്രമം നടക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി പ്രത്യേകിച്ചും ഒരു മുസ്ലിം സംഘടനാ പരിഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ ന്യൂനപക്ഷ വിരുദ്ധത എന്നുള്ളതിൽ നിന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയം പ്രത്യേകിച്ചും ആ ഘട്ടത്തെ മറികടന്നുകൊണ്ട് അതൊരു മുസ്ലിം വിരുദ്ധതയിലേക്ക്, മുസ്ലിമിനെ തന്നെ സവിശേഷമായ ലക്ഷ്യം വെക്കുന്ന ഒരു വംശഹത്യാ പദ്ധതിയിലേക്ക് അതിന്റെ ആയുധങ്ങൾ രാഗി മിനുക്കി കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നമ്മൾ. അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനയെ സംബന്ധിച്ച് നമുക്കറിയാം. എങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എനിക്ക് തന്ന ഞാൻ സംസാരിക്കേണ്ട വിഷയങ്ങൾ സംഘാടകർ തന്നതിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു അക്കാര്യത്തിൽ ഇന്ത്യയിലകത്ത് സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാതൃക ഒരു നിലയ്ക്ക് ഇസ്രായേൽ ആണെങ്കിൽ മറുവശത്ത് അത് ജർമ്മനിയാണ്. ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാകുമോ? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് പാർട്ടിയായി മുഴുവനായി പറയാൻ കഴിയുക എന്നുള്ള സംശയം പല വലിയ ഇടതുപക്ഷ ചിന്തകർ പോലും ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ അവർ പഠിക്കേണ്ട ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയാനുള്ള വലിയ ഫലിതം, ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്ന ഏക പാഠം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മളെ അത് ബോധിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇന്ത്യയിൽ മോഡി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നതും തിരഞ്ഞെടുപ്പിലൂടെയാണ്. പക്ഷേ പിന്നീട് ഹിറ്റ്ലർ ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പിന് സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. മറിച്ച് പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പുതിയ ഒരു ഫാസിസ്റ്റ് യുഗമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ ഒരു ഫാസിസത്തിന്റെ നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി ഇന്ത്യയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വ്യത്യസ്തതകളുടെ അതിജീവനം സാധ്യമാകാത്ത തരത്തിൽ, വൈരുദ്ധ്യങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിൽ, അത്തരം നിലനിൽപ്പുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പുതിയ ഫാസിസ്റ്റ് ക്രമം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് ഭരണകൂടത്തിലൂടെ മാത്രമല്ല, അടുത്ത കാലത്ത് നിന്നുള്ള കോടതിയുടെ സ്വഭാവം. ബാബറി മസ്ജിദ് കേസിലുണ്ടായ വിധി നമുക്കറിയാം. ബാബറി മസ്ജിദ് കേസിൽ അത് പഠിച്ച നിങ്ങൾ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ കൂടി ആർക്കും വിധി ന്യായങ്ങൾ ലഭ്യമാണ്. അതിനകത്ത് വളരെ കൃത്യമായി
എന്താണ് ബാബർ മസ്ജിദ് കേസിൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം വിധിച്ചത് എന്ന് പറഞ്ഞാൽ, ബാബർ മസ്ജിദിനകത്ത് അന്യായമായ കയ്യേറ്റം നടന്നിരിക്കുന്നു എന്ന് ഭരണകൂടം പറയുന്നു. അവർ അതിക്രമികളാണെന്ന് പറയുന്നു. പക്ഷെ ഈ അതിക്രമിച്ച ആളുകൾക്ക് ഒരു ഒത്തുതീർപ്പിൽ ഭൂമി വിട്ടുകൊടുക്കുന്ന അനിതര സാധാരണമായ ഒരു പ്രക്രിയയിലേക്ക്, ഒത്തുതീർപ്പിന്റെ ഭാഷയിലേക്ക്, ഗാപ്പ് പഞ്ചായത്തിന്റെ രൂപത്തിലേക്ക്, നീതിയുടെ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ കൂടി വിസ്മരിച്ചുകൊണ്ട് കോടതി വിധികൾ പോവുകയാണ്. പല കാര്യങ്ങളിലും നിരന്തരമായി ഇന്ത്യയിൽ ഹിന്ദുത്വം നടപ്പിലാക്കപ്പെടാവുന്ന ഏറ്റവും വലിയ ഏജൻസികളായി. അതാണ് നിങ്ങളുടെ നിയമ പഠനത്തിന്റെ വലിയ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ കോടതി വിധികൾ, നിങ്ങൾക്ക് ലഭിച്ച നിയമ പരിജ്ഞാനം ഉപയോഗിച്ച് നിങ്ങൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി വായിക്കാൻ ആരംഭിച്ചാൽ എത്രമേലാണ് നിയമം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി മാറിയിരിക്കുന്നത്. കോമൺ സെൻസ് എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല എന്ന് പറയുന്നത് പോലെ നിയമം എന്ന് പറയുന്നത് എത്രമേൽ നിയമവിരുദ്ധമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്ര വലിയ അബദ്ധജടിലമായ കാര്യങ്ങൾ, യോഗയെ കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇന്ത്യയിൽ അവസാനം വരുന്ന വിധിന്യായങ്ങളിൽ കൃത്യമായി എഴുതി ചേർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മതത്തെയും, ഇന്ത്യയിൽ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇതിലെ വിശ്വാസധാരകളെ മതം എന്ന് പറയുന്ന കോടതി ഇന്ത്യയിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് മതമല്ല, സംസ്കാരമാണ്, ധർമ്മമാണ്, സനാതന ധർമ്മമാണ്. അങ്ങനെ സനാതന ധർമ്മം എന്താണെന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒന്നിനെ കൃത്യമായി താല്പര്യങ്ങൾക്കനുസരിച്ച് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു വലിയ പ്രക്രിയ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ന്യൂനപക്ഷ പദവി, മതവിശ്വാസങ്ങൾ എല്ലാം ഭരണഘടന എന്തിനെയൊക്കെയാണോ ഭരണഘടന മൂർത്തമായി പ്രതിരോധിച്ചത്, എന്തൊക്കെയാണോ ഭരണഘടനയുടെ പേരിൽ നമുക്ക് ഉറപ്പ് നൽകപ്പെട്ടത്. ഭരണഘടന ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അഭിഭാഷകനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്ത് ജനിച്ച ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവിലേജ്, അഭിമാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരത്വമാണെങ്കിൽ, ഈ രാജ്യത്തെ പൗരനായിരിക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തിന് നൽകിയ അവകാശങ്ങളെ ഒന്നൊന്നായി പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് സംഘപരിവാർ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അത് ഞാൻ പറഞ്ഞു, ഭരണഘടനയെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യതിരക്തതകളെ, ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നിയതമായ ഒരു ടെക്സ്റ്റ് ഉണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് ഹോളി ബൈബിളാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ഹിന്ദു ജനസാമാന്യമുണ്ട്. ഇവിടത്തെ ഹിന്ദു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ മുസ്ലിമും ക്രിസ്ത്യനുമല്ല, അതിലുപരിയായ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരൊറ്റ കാറ്റഗറി എന്ന് നിർവചിച്ചു കൊണ്ടുവരുന്ന വിവിധ ഹിന്ദു കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ച് ആരാണ് അവരുടെ കസ്റ്റം തീരുമാനിക്കുന്നത്? ഇവിടെ കേരളത്തിലെ ഒരു ഹിന്ദു ജാതിയുടെ ആചാരമാണോ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അതിനെയൊക്കെ യൂണിഫോം സിവിൽ കോഡിലേക്ക് എങ്ങനെയാണോ അത് മുസ്ലിങ്ങൾക്ക് ഭീഷണിയാകുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയാകുന്നത്, അല്ലെങ്കിൽ പാഴ്സികൾക്ക് ഭീഷണിയാകുന്നത്, അതിനോടൊപ്പം അതിനേക്കാളുമേറെ ഈ കമ്മ്യൂണിറ്റികളെ കൂടി ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയെ ഒരു ഏകീകൃത ഹിന്ദു യൂണിറ്റ് ആക്കാനുള്ള പരിശ്രമങ്ങൾ, ഈ രാജ്യത്തെ വ്യത്യസ്തതകളെ, വൈരുദ്ധ്യങ്ങളെയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഏകവിള തോട്ടമാക്കി മാറ്റാൻ, ഇവിടുത്തെ ബഹുസ്വരതകളുടെ സൗന്ദര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു വലിയ പദ്ധതി, ഒരു വലിയ പ്ലാനുമായി ഈ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മതപരമായ വിശ്വാസം, ഹിജാബിനെ സംബന്ധിച്ചറിയാം, ഇവിടെ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് റിലീജിയസ് പ്രാക്ടീസ് ആവുകയും, അല്ലെങ്കിൽ കുങ്കുമം തൊടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സുമംഗലിയുടെ ചിഹ്നം ചാർത്തുക എന്ന് പറയുന്നത് സംസ്കാരമാവുകയും, പർദ്ദ ധരിക്കുക എന്ന് പറയുന്നത് റിലീജിയൻ ആവുകയും, അതേസമയം ഒരു പ്രത്യേക മതപരമായ ചിഹ്നം എന്ന് പറയുന്ന വേറെ എന്തെങ്കിലും ധരിക്കുക, ഒരു സാരിയുടെ ഒരു പവിത്രമായ വസ്ത്രധാരണം എന്ന് അവർ പറയുന്ന ഒന്നിനെ അത് സംസ്കാരമായും, സംസ്കാരം വേഴ്സസ് മതം വേഴ്സസ് സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് ഹിന്ദു വിശ്വാസങ്ങളെ സംസ്കാരമായി സാമാന്യവൽക്കരിക്കുകയും, മറിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റ് ന്യൂനപക്ഷ വിശ്വാസങ്ങളെ മതം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രത്തിലേക്ക്, ഒരു മെത്തഡോളജിയിലേക്ക്, ഒരു മോഡസ് ഒപ്പറാൻഡിയിലേക്ക് ഇതിനെ വികസിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം അവിടെ കോടതി പറയുന്നത് എന്താ, ഒരു പ്രത്യേക പബ്ലിക് പ്ലേസിനകത്ത്
നിങ്ങൾക്ക് മതം പ്രയോഗിക്കാൻ, മതചിഹ്നങ്ങൾ പാടില്ല. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് മതചിഹ്നമായി വന്നു. അതേസമയം നിങ്ങൾക്കൊരു പൊട്ടുതൊട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അംഗവസ്ത്രം ധരിക്കാം, ഉത്തരയും ധരിക്കാം. അത് എന്ന് പറയുന്നത് സംസ്കാരമാണ്. ഇവിടെ എന്താണ് മതം എന്ന് പറയുന്നത്, എന്താണ് സംസ്കാരം എന്ന് നിർവചിക്കുന്നതിന്റെ ഏജൻസിയായി കോടതികൾ മാറുകയാണ്. ഇന്ത്യയിൽ പലപ്പോഴും പാർലമെന്റിനകത്ത് നമുക്കറിയാം, പാർലമെന്റിനകത്ത് ഇന്ത്യ ഭരിക്കുന്നത് ഈ പറയുന്ന ആശയമുള്ള ആളുകളാണെങ്കിൽ കൂടി പാർലമെന്റിനകത്ത് ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അത് സുദീർഘമായ ഒരു പ്രക്രിയയിലൂടെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പല നിയമങ്ങളും, ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പല നിയമങ്ങളും ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് രാജ്യസഭയിലും ലോക്സഭയിലും ഒരു നിയതമായ ഭൂരിപക്ഷം കിട്ടണം, അല്ലെങ്കിൽ അത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് JPCക്ക് അടക്കം വിടും. അപ്പോൾ അങ്ങനെ നിരവധിയായ ചർച്ചകൾ വരും. അതിനകത്തെ ഒരു പാർലമെന്റ് അംഗത്തിന്, ഒരു രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർലമെന്റിന്റെ ഈ പറയുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത്, രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഇതിന്റെ വൈരുദ്ധ്യങ്ങൾ, ഇതിന്റെ ശരികേടിനെ കുറിച്ച്, ഇതിനകത്തെ നീതി രാഹിത്യത്തെ കുറിച്ച് ചർച്ചകൾ ഉന്നയിക്കാനുള്ള ഒരു വലിയ അവസരമുണ്ട്. അങ്ങനെ പാർലമെന്റിനെ അഭിമുഖീകരിക്കാതെ, പാർലമെന്റിനകത്ത് ഇന്ത്യയിലെ സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 4-3 ഭൂരിപക്ഷം എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു മതസംഹിതയല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒരു ബ്രാഹ്മണിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ജാതി രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പദ്ധതിയാണ് സംഘപരിവാർ വിഭാവന ചെയ്തതെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ജനവിധിക്ക് മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് ചരിത്രം. പക്ഷേ പാർലമെന്റിൽ നടപ്പിലാക്കാൻ കഴിയാത്ത, ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത നിയമങ്ങൾ, എണ്ണിച്ചുട്ട അപ്പം പോലെ ഈ രാജ്യത്ത് നിയമങ്ങളുടെ ചർച്ചകൾ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കപ്പെടാൻ കഴിയാത്ത നിയമങ്ങൾ കോടതി വിധിയുടെ മറവിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി വിധിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ സുപ്രീം കോടതി ഒരു പ്രത്യേക വിധിന്യായം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ സംബന്ധിച്ച നിയമമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ജൂറിസ്റ്റുകൾ, വ്യത്യസ്തങ്ങളായ ന്യായാധിപന്മാർ ഇത്തരം നിയമങ്ങളിലൂടെ നിരന്തരം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കാനുള്ള പ്രകടമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല കാര്യത്തിലും ഈ പറയുന്ന ഇതിൽ മാത്രമായി പരിമിതപ്പെടുന്ന ഒന്നല്ല, ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് ഇത്തരം ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ, വിധിന്യായങ്ങളിലൂടെ നടപ്പിലാക്കപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ഒരു സംവരണം, ഏറ്റവും അവസാനം ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്ന സംവരണത്തെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങളെപ്പോലും പെട്ടെന്ന് ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും മെഡിക്കൽ എൻട്രൻസിന്റെ റിസൾട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ലോ എൻട്രൻസിന്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ ഇപ്പോൾ കാണുന്നത് എന്താ, ഈ രാജ്യത്ത് സംവരണത്തിന് അവകാശികളായ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറയുന്നത് മുസ്ലിം അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. കേരളത്തിൽ ഈഴവ എന്ന് പറയുന്നത്, തീയ എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. SC/ST ഇന്ത്യയിലെ ഭരണഘടന സംവരണത്തിന് അർഹമെന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്ന നിർവചിച്ച വിഭാഗങ്ങളെക്കാൾ കൂടുതൽ സംവരണത്തിന് അർഹതയില്ലാത്ത വിഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും അവസാനം വരുന്ന ഈ ഫോർവേഡ് റിസർവേഷന്റെ മാർക്ക് എന്ന് പറയുന്ന ഈ പറയുന്ന സംവരണ സമുദായങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെക്കാൾ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക്, സംവരണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി അത്തരം സംവരണത്തിനെതിരായ നീക്കമുണ്ടാകുന്നത് കേരളത്തിലാണ്. 1957 EMS ഗവൺമെന്റ് നടപ്പിലാക്കിയ സവർണ സംവരണം എന്ന് പറയുന്ന മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് എന്ന പേരിൽ. പക്ഷെ ഈ പാവങ്ങളെ നിർവചിക്കുന്നത് പോലും വളരെ വിചിത്രമാണ്. പാവങ്ങൾ എന്ന് പറയുന്നത് എറണാകുളം പോലുള്ള നഗരത്തിൽ 50 സെന്റുള്ള ആൾ പാവമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് കേരളത്തിൽ 2.5 ഏക്കർ സ്ഥലമുള്ള ആൾ പാവമാണ്. അങ്ങനെ നിർവചിച്ചുകൊണ്ട് ഈ സംവരണ സമൂഹങ്ങളെ, സംവരണ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നിരവധിയായ നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്തിനകത്ത് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. എന്തിനെയൊക്കെയാണോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചത്, ഇന്നലകളിൽ രാജ്യത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണോ ഒരു പൗരന്റെ ആത്മാഭിമാനം, അതിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഭരണഘടന, രാഷ്ട്രം, രാഷ്ട്രത്തിന്റെ പൂർവ്വപിതാക്കന്മാർ ഉറപ്പ് നൽകിയതിനെ അറുത്തുമാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ച്
ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ട വഴികളെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ദേശീയതയുടെ തുടക്കം എന്ന് പറയുന്നത് മറ്റേത് ജനവിഭാഗത്തെക്കാൾ ഈ ദേശീയതയിൽ ഭാഗവാക്കായ, ഈ ദേശീയതയിൽ അവകാശികളായ ഒരു ജനസമൂഹത്തിന്റെ, ജനസാമാന്യത്തിന്റെ പേര് കൂടിയാണ് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത്. ആദ്യമായി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ നികുതി നിഷേധ സമരം എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കക്കകത്ത് ആളുകൾ സമരം ചെയ്തതെങ്കിൽ ഇവിടെ വെളിയങ്കോട് ഉമ്മർ ഖാദിയാണ് ദൈവത്തിന്റെ ഭൂമിയിൽ കരം പിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് അമേരിക്കക്കകത്ത് അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നെങ്കിൽ അതിനെ ഒരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിക്കൊണ്ട് ഒരു മതപരമായ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാക്കിക്കൊണ്ട് ഈ ഇവിടെ വെളിയങ്കോട് ഉമ്മർ ഖാദി അടക്കമുള്ള നടത്തിയ സമരങ്ങളുടെ ദീർഘങ്ങളായ ചരിത്രങ്ങൾ നമ്മളുണ്ട്. അതുപോലെ ആലി മുസ്ലിയാർ, ജയിലിലെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയ ആലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാന പരിസരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് വളരെ കൃത്യമായി അത് ഈ പറയുന്ന ആത്മാഭിമാനത്തിന്റെ വലിയ വന്നു പിറക്കുകൻ കൊടുങ്ങല്ലൂരിൽ വീണ്ടും തങ്ക നടയാലെ എന്ന് മലയാളത്തിന്റെ മഹാകവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോർട്രേറ്റ് ചെയ്ത അബ്ദുറഹ്മാനെ പോലുള്ള ആളുകളുടെ പാരമ്പര്യം ഈ രാജ്യത്ത് തന്നെ നിർണയിച്ച ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഈ രാജ്യത്തിന്റെ ജനസംഖ്യയിൽ നിന്ന്, ഈ രാജ്യത്തിന്റെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ഈ പൗരത്വ പദ്ധതിയുടെ ഉപജ്ഞാതാക്കൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യു പിയിലെ മാത്രം മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ ജനസംഖ്യക്ക് സമാനമാണ്. ഈ രാജ്യത്തിന്റെ ഭാഗധേയത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റാനുള്ള നിതാന്തമായ പരിശ്രമം നടക്കുമ്പോൾ തീർച്ചയായും ഭരണഘടനയെ കുറിച്ച് അറിയുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംസാരം, ഈ ഒരു സംഭാഷണം ആരംഭിക്കുമ്പോൾ പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്ന് പറയുന്നത് ഒരു അധിക യോഗ്യതയല്ല, പൗരത്വമാണ് നമ്മളുടെ യോഗ്യത. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയൊരു വലിയ സൗകര്യം എന്ന് പറയുന്നത് എന്താണ് പൗരത്വം എന്ന് മനസ്സിലാക്കാനുള്ള പ്രിവിലേജ് മറ്റാരേക്കാൾ കൂടുതൽ ലഭിച്ച ആളുകളാണ്. ഈ രാജ്യത്തിനകത്ത് ഒരു പൗരൻ ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നിയമത്തിന്റെ വലിയ സൗകര്യമുണ്ട്. പക്ഷെ നിയമം പോലും ചിലപ്പോൾ നോക്കുകുത്തിയായി മാറുന്ന സന്ദർഭങ്ങളിൽ പോലും നമുക്ക് നിയമം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ വ്യവഹാരങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കാം. അതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും അവസാനിപ്പിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഒരു അഭിഭാഷകന്റെ അല്ലെങ്കിൽ ഒരു അഭിഭാഷകയുടെ ചരിത്രപരമായ ദൗത്യം അതൊരു തൊഴിൽ എന്നതിലുപരിയായി തൊഴിലായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നമ്മൾ ജീവിക്കുന്ന, നമ്മൾ രൂപപ്പെടുത്തുന്ന, നമ്മൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഭരണഘടനാ വിജ്ഞാനിയം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്, അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടി ഈ കോഴ്സ് നിങ്ങൾക്ക് സഹായകരമാകട്ടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും.